ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ ഹൈക്കോടതി നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിന് ഇനി വെറും 6 ദിവസം മാത്രമാണുള്ളത്. 23-ാം തീയതി അന്തിമ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കണം. അതിൽ എല്ലാം ഉണ്ടാകണം. അതുകൊണ്ടിപ്പോൾ ഒരു മിന്നൽ സന്ദർശനവും പരിശോധനയുമെല്ലാം ഒപ്പിക്കുന്ന SIT കണ്ണിൽ പൊടിയിടാനാണോ അല്ലെങ്കിൽ സർക്കാർ മാറിയതിൻ്റെ ഗുണമുണ്ടാകുമോ എന്ന് കണ്ടറിയണം. അതായത് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള അല്ലെങ്കിൽ പച്ചയായ സ്വർണ്ണമോഷണം നടന്നു എന്നുള്ളത് വളരെ വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ സ്ഥിരീകരിച്ചതാണ്. CPMൻ്റെ പ്രമുഖരായ നേതാക്കളടക്കം പലരെയും 90 ദിവസം വരെ അകത്ത് കിടത്തി സ്വാഭാവിക ജാമ്യം എല്ലാവർക്കും SIT തന്നെ വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്തു. പിണറായി വിജയൻ്റെ ഭരണകാലത്തെ ആകെയുള്ള 3 സമ്പൂർണ്ണ ദേവസ്വം പ്രസിഡന്റുമാരിൽ 2 ബോർഡ് പ്രസിഡന്റുമാരും അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഇനി പ്രശാന്തിനെ അറസ്റ്റ് ചെയ്യാൻ തെളിവുകളെല്ലാം ഉണ്ടായിട്ടും ഇതുവരെ ചെയ്തിട്ടില്ല. പ്രശാന്ത് ഇപ്പോൾ ചോദ്യമുനയിൽ നിൽക്കുകയാണ്. ഏതായാലും അവസാന ദിവസങ്ങളിൽ ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് SIT സംഘം ദേവസ്വം ബോർഡ് ആസ്ഥാനത്തെത്തി ഒരു പരിശോധന നടത്തിയിട്ടുണ്ട്. 2025-ൽ PS പ്രശാന്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന സമയത്ത് ഈ ശബരിമലയിൽ നിന്ന് സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയ ഇടപാടുമായി ബന്ധപ്പെട്ട രേഖകളാണ് SP ശശിധരൻ്റെ നേതൃത്വത്തിലുള്ള സംഘം പ്രധാനമായും പരിശോധിച്ചത്. അതിനാണ് ദേവസ്വം ആസ്ഥാനത്ത് ഈ SIT സംഘം എത്തിയത്. കഴിഞ്ഞ ദിവസം ദേവസ്വം മന്ത്രി K മുരളീധരൻ പറയുന്നത് നമ്മൾ കേട്ടു. അദ്ദേഹം പറഞ്ഞതനുസരിച്ച് ഹൈക്കോടതിയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം എന്നുള്ളത് കൊണ്ട് സർക്കാരിന് ഇതിൽ കൂടുതൽ ഇടപെടാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതും വലിയൊരു ചർച്ചയാകേണ്ടതാണ്. കാരണം ഈ പറയുന്ന ദേവസ്വം അധ്യക്ഷന്മാർ ആരും തന്നെ പിണറായി വിജയൻ അറിയാതെ കക്കാനും മോഷ്ടിക്കാനും ഒന്നും പോകില്ല. അത്ര ധൈര്യമൊന്നും അവർക്കില്ല. അതുമല്ലെങ്കിൽ ദേവസ്വം മന്ത്രിയെങ്കിലും അറിഞ്ഞു മാത്രമേ ഇതൊക്കെ ചെയ്യുകയുള്ളൂ. മാത്രമല്ല, ആദ്യ പിണറായി സർക്കാരിലെ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും ഇതിലെ 1-ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ വലിയ ബിസിനസ് ബന്ധമുണ്ട് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അത് SITയും കണ്ടെത്തിയിട്ടുണ്ട്. അത് അന്വേഷിക്കാനോ കണ്ടെത്താനോ ഇതുവരെ SIT ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. കടകംപള്ളിയെ ചോദ്യം ചെയ്തിട്ടും അറസ്റ്റിലേക്കോ മറ്റു നിയമ നടപടികളിലേക്കോ കടന്നിട്ടുമില്ല. പ്രശാന്തിൻ്റെ കയ്യിൽ തെളിവുകളുണ്ടെന്നും മോഷണം നടന്നിട്ടുണ്ടെന്നും ഒക്കെ കോടതി പോലും സംശയിച്ചിട്ടും SITക്ക് കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അഥവാ കഴിഞ്ഞെങ്കിൽ തന്നെ അറസ്റ്റ് ചെയ്യാൻ തയ്യാറായുമില്ല. കാരണം പ്രശാന്തിനെ പിടിച്ചാൽ മന്ത്രി വാസവനെയും ഒരുപക്ഷെ പിടിക്കേണ്ടി വരും. അങ്ങനെ മൊത്തം ഒരു ഉഡായിപ്പ് എന്ന് തോന്നിക്കുന്ന തരത്തിൽ SIT പെരുമാറിയത് തന്നെ കോടതിയുടെ പിൻബലമുണ്ട് എന്നുള്ളത് കൊണ്ടായിരിക്കാം. ഇതും സംശയിക്കുന്നു. അവസാനം ആരാണ് ഇതിലെ കുറ്റക്കാർ എന്ന് സംശയിച്ചു നിൽക്കുന്ന സമയത്ത് അന്തിമ റിപ്പോർട്ട് കൊടുക്കാനും സമയമായിരിക്കുന്നു. അങ്ങനെയാണ് അവസാനത്തൊരു തട്ടിക്കൂട്ടിൽ അല്ലെങ്കിൽ കണ്ണിൽ പൊടിയിടാൻ എന്നുള്ള രീതിയിൽ ഇതിൻ്റെ ഭാഗമായി റിപ്പോർട്ടിൽ കൂടുതൽ വ്യക്തത വരുത്തുന്നതിനാണ് എന്നൊരു തോന്നലുണ്ടാക്കാൻ വേണ്ടി ഒരു പുതിയ പരിശോധന നടത്തിയത്. ഹൈക്കോടതിയെ അറിയിക്കാതെ 2025-ൽ ദ്വാരപാലക ശില്പങ്ങളും കട്ടിളപ്പാളികളും സ്വർണം പൂശാൻ ചെന്നൈയിലേക്ക് കൊടുത്തുവിട്ടതിൽ ഗൂഢാലോചനയുണ്ടെന്നുള്ള ഒരു കണ്ടെത്തലും SITയുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. എന്നിട്ടും അതിൻ്റെ ഉത്തരവാദികളെ പിടിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. കാരണം അവരെ പൊക്കിയാൽ പ്രത്യേകിച്ച് CPMന് ഭരണം കൂടി നഷ്ടപ്പെട്ട സ്ഥിതിക്ക് എല്ലാം തുറന്നു പറഞ്ഞാൽ പല പ്രമുഖരും അകത്താകും. അങ്ങനെ എല്ലാം കൂടി നോക്കുമ്പോൾ കുറേ പേരെ അറസ്റ്റ് ചെയ്തു, ജയിലിൽ സുഖവാസവും നൽകി വിട്ടയച്ചതല്ലാതെ ഈ മോഷ്ടിച്ച സ്വർണം എവിടെയാണ് കൈമാറിയത്, ആർക്കാണ് കൈമാറിയത്, അതിൻ്റെ പിന്നിലെ വമ്പൻ ബിസിനസ്സുകാർ ആരൊക്കെയാണ്, അവരുമായി ബന്ധമുള്ള കേരളത്തിലെ രാഷ്ട്രീയ പ്രമുഖർ ഉണ്ടെങ്കിൽ അവർ ആരാണ് എന്നൊക്കെയുള്ള അതിപ്രധാനമായ ഒരു കാര്യം പോലും കണ്ടെത്താൻ ഈ SITക്ക് കഴിഞ്ഞിട്ടില്ല. അതെന്തുകൊണ്ടാണ് കണ്ടെത്താൻ കഴിയാത്തത് എന്ന് ചോദിച്ച് അവിടത്തേക്ക് അയക്കാൻ കോടതിക്കും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. എങ്കിലും ഈ 23-ാം തീയതി റിപ്പോർട്ട് സമർപ്പിക്കുന്നതാണ്. അതിൽ പ്രധാന മാറ്റങ്ങൾ ഉണ്ടാകുമെന്നും കള്ളന്മാർ പിടിക്കപ്പെടുമെന്ന ഒരു പ്രതീക്ഷയിലാണ് ഇപ്പോഴും വിശ്വാസികളുള്ളത്.